മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് വെറ്ററിനറി അഡ്മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതെ. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് പൊതുവെ MBBSനെയോ BDSനെയോ ബാക്കി ഇപ്പം ആയുർവേദത്തിനെയോ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള അഡ്മിഷൻ വെറ്റിനറി തന്നെയാണ്. അല്ലെങ്കിൽ കൂടുതൽ ആലോചിച്ച് പ്രിപ്പറേഷൻ നടത്തിയെടുക്കേണ്ട ഒരു അഡ്മിഷനാണ് അതെ, അല്ലേ? അതെ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ആകെ വളരെ കുറച്ച് ഗവൺമെൻറ് സീറ്റുകളാണ് ഇന്ത്യയിലുള്ളത്, അതിൽ കേരളത്തിലുള്ളത്. 2 തരത്തിലുള്ള സീറ്റ്സാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കീം ത്രൂ ഉള്ള സീറ്റ്സ് ഗവൺമെൻറ്റിലെ 2 കോളേജിലേക്കും, അതുപോലെ ബാക്കി എല്ലാ സ്റ്റേറ്റിലെ ഗവൺമെൻറ് കോളേജിലെ 15% ECI കോട്ടയം മാത്രമാണ് സീറ്റ്സായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 500 താഴെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇമ്പോസിബിൾ ആണ്. അതെ, 500 മാർക്കിൽ താഴെ ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതെ. ഇത് അല്ലാണ്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് വന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ കോളേജുകളുടെ നമ്പർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും നല്ല കോളേജുകൾ, അതെ. എല്ലാം നല്ല ഒരു കോളേജും ഇല്ല ഇല്ല. എന്നുള്ളതാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ 8 കോളേജാണ് പ്രൈവറ്റ് സെക്ടറിലുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് അത് VCI കോട്ട ത്രൂ 10 സീറ്റ് വെച്ചാണ് എല്ലാ കോളേജിലും ഉള്ളത്. അത് കൂടാണ്ട് ഈ പറഞ്ഞ നമ്മളതിൻ്റെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് സീറ്റ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കത്തുള്ളൂ. ചുരുക്കി ഏറ്റവും ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 113 സ്കോർ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നമുക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ വേറൊരു കോഴ്സിനെ പോലെയല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും നല്ല ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ എത്താൻ നമുക്ക് ഏറ്റവും ജസ്റ്റ് ക്വാളിഫൈഡ് ആയി പോലും എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട് താൻ. അതെ. അതിനകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഷെഡ്യൂൾ 1-ലുള്ളൊരു കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ? അതെ, ഈ 8 കോളേജിൽ എത്ര കോളേജുകൾ ഷെഡ്യൂൾ 1-ലുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഈവൻ ദോ ഷെഡ്യൂൾ 1-ലുള്ള മോശം കോളേജുകളുണ്ട്. കാരണം ഒരു മലയാളി സ്റ്റുഡൻറ്റിന് പോയിട്ട് പഠിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള കോളേജുകളുണ്ട്. അപ്പോൾ ആ കോളേജുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഡോക്ടർ പറഞ്ഞത്, ഷെഡ്യൂൾ 1-ൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ കടമ നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഷെഡ്യൂൾ 1-ൽ ഇല്ലെങ്കിലും അവർക്ക് കൗൺസിലിങ്ങിലോ ഒക്കെ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ ഷെഡ്യൂൾ 1-ൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വലൻസി കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളത്. വേറൊരു ചലഞ്ചാണ്, ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് നോർത്തിലാണ് കോളേജുകളുള്ളത്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ മലയാളി കുട്ടികൾ പഠിക്കുന്ന കോളേജുകളാണോ, ഉം. അവിടെ നമുക്ക് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് തന്നെയാണോ, അങ്ങനെ പല പല ചലഞ്ചസ് ഉണ്ട്. അതെ, പൊതുവേ വെറ്റിനറി കോളേജ് ആയതുകൊണ്ട് ഒരു 100 ഏക്കർ പ്ലസ് സ്ഥലം വേണം ഈ കോളേജ് തുടങ്ങണമെങ്കിൽ. ഇതെല്ലാം ഡിസൈറ്റഡ് ഏരിയയിലേക്ക്, ഒത്തിരി റൂറൽ ഏരിയയിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും, കാരണം നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി തന്നെ 5 വർഷത്തിന് വേറൊരു രീതിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ നല്ല അർബൻ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന നല്ല മലയാളി കുട്ടീൻ്റെ കൗണ്ട് പഠിക്കുന്ന നല്ല ഇംഗ്ലീഷ് ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന കോളേജും ഉണ്ട്. സോ നമ്മൾ വൈസായിട്ട് പോയി കണ്ട് നമ്മളൊരു 2 ഡേയ്സ് ഇതിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല കോളേജിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈവൻ ദോ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ഇപ്പം വെറ്റിനറിക്ക് അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ NRI കോട്ട മാത്രമാണ് പോസിബിലിറ്റി ഉള്ളൂ. സോ ഏറ്റവും നല്ല കോളേജിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും നല്ല കോളേജിലേക്ക് നമ്മൾ വൈസായിട്ട് ചിന്തിച്ചാൽ എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. താങ്ക് യു.